ഹായ് ഫ്രണ്ട്സ്, ഞാൻ ടോമി കുര്യാപ്പള്ളി. ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് മൂവാണ്ടൻ മാങ്ങ അച്ചാറാണ്. നല്ല ചെനച്ച മൂവാണ്ടൻ മാങ്ങ, അതൊരു 10 കിലോത്തോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മുടെ കിച്ചണിൽ പോയി നമുക്കൊന്ന് നോക്കിയാലോ. ഇതിനായി ഞാനെടുത്ത് വെച്ചാൽ 10 കിലോ മാങ്ങയാണ്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. തൊലി ചെത്തിട്ടാം, പക്ഷേ ചില മാങ്ങയുടെയൊക്കെ പുറത്ത് ഇപ്പോഴത്തെ പഴയ പോലത്തെ മാങ്ങയല്ല ഇപ്പം. ചിലതിൻ്റെ പുറത്ത് എന്തോ കറുത്തടയാളങ്ങളൊക്കെ നിൽക്കണതിൽ തൊലിയെത്തുമ്പോൾ അത് അല്ലാതെ തൊലിയെത്താണ്ടാണ് അരിഞ്ഞിടണം. ഏകദേശം നമ്മൾ മാങ്ങയൊക്കെ ഇപ്പോൾ ഏകദേശം ചെത്തി കഴിയാറായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മാങ്ങ കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങ ഇനി അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ചേർക്കണം നമ്മ. അപ്പോൾ എന്തൊക്കെയാണ് ചേർക്കണമെന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതിലേക്ക് ചേർക്കാൻ പോണത് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി അളവില്ലാണ്ടാണ് നമ്മൾ ഇനി ആവശ്യത്തിനാണ്. കാശ്മീരി ചില്ലിയാണ് നല്ല കളറിന് വേണ്ടിയിട്ടിരുന്നത്. പിന്നെ സാധാരണ മുളക് ഇടണം. സാധാരണ മുളക് ഇപ്പോൾ ഈ 10 കിലോ അതിൻ്റെ കുറച്ച് കൂടുതലിടും. നാലഞ്ച് വലിയ കയ്യിൽ ഇടേണ്ടൊരു മുളക് പൊടി. മുളക് പൊടി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതിന് അച്ചാറിന് ഒരു കുഴപ്പമുണ്ടാവുള്ളൂ. അപ്പോൾ അച്ചാറിൻ്റെ മുളക് പൊടിയാണ് അതിൻ്റെ ഏറ്റവും മെയിൻ സാധനം. മുളക് പൊടി കഴിഞ്ഞാൽ പിന്നെ മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞപ്പൊടിയും മുളക് പൊടിയാണ് ഇതിനകത്ത്. അത് കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയുമാണ് ചേർക്കണം. കാശ്മീരി ചില്ലി ചേർക്കുന്നത് കളറിനും സാധാ മുളക് എരിവിനും അങ്ങനെ ചേർക്കുന്നത്. പിന്നെ ഇതിനകത്ത് കായപ്പൊടിയാണ് കുറച്ചുണ്ട്. കായപ്പൊടിയും കുറച്ച് തൂക്കണം, ഉപ്പ്, ഈ 2 സാധനമാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് ഇടാം. ഓക്കെ, ഉപ്പ് നമ്മൾ പാകത്തിന് ഇടണം കേട്ടോ. ആവശ്യത്തിന് ഇട്ടായിരുന്നു. ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഇടാം. പിന്നെ അതുപോലെ തന്നെ കായപ്പൊടിയും പാകത്തിന് ആവശ്യത്തിന് പൊടിയാണ്. ഇതിപ്പോൾ കുറച്ച് കുറവാണ്. ഞാൻ നാളെ ഇത് ശരിയാക്കണ നേരത്ത് അടുത്ത് കുറച്ചും കൂടി ഇടുന്നതായിരിക്കും. അച്ചാറിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ചൊറുക്ക എന്ന് പറയുന്നത്. ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ചൊറുക്കൊക്കെ ഇടുന്നതാണ് ഇത് വേഗണത്. ചൊറുക്കിന് വെള്ളം പിന്നെ അത് ചേർക്കില്ല. അപ്പോൾ ചൊറുക്ക ഒരു കുപ്പി പോരാ, അടുത്തൊരു കുപ്പിയും കൂടി ഒഴിക്കണം. എന്തായാലും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പം ചൊറുക്ക പോരാ, അതിനകത്ത് ചൊറുക്ക ഒഴിക്കണം ഒരു കുപ്പി കൂടി. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിക്കാം ചൊറുക്ക. ആവശ്യത്തിനുള്ള ചൊറുക്കും കൂടെ ഒഴിക്കേണ്ട ഒരു കുപ്പി കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അത്യാവശ്യമായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇനി പിന്നെയും ഒഴിക്കാം. കുറച്ച് ലൂസ് വേണം. അപ്പോൾ അതിനകത്ത് കിടന്ന് വേകാനൊക്കെ ആയിട്ടുള്ളതാണ് സംഭവം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര അധികം 2 സ്പൂൺ തൂക്കി കൊടുക്കാം. 2 വലിയ സ്പൂണാണ് കേട്ടോ. കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ 2 സ്പൂൺ തൂക്കി കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം.
ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാൻ വെക്കാൻ പോണത് നാളെ വെക്കുള്ളൂ. ഒരു ദിവസം വെക്കാണ്. ശരിക്കും എല്ലാം പിടിക്കണം ഇതിനകത്ത്. അവിടെ ഒരു ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. ചട്ടിയല്ല, ചെറിയ ഉരുളി എടുത്ത് അടുപ്പത്ത് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാനുള്ളതാണ്. അപ്പോൾ എണ്ണ ചൂടാൻ നേരത്ത് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്തില്ല. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഇത് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അത് നമ്മൾ കടുക് ആദ്യം തന്നെ ചേർക്കുകയാണ്. കടുകൊക്കെ പൊട്ടി ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവയും കൂടി ചേർക്കാം. ഉലുവ ചേർത്ത് കഴിഞ്ഞിട്ട് ഉലുവയും പൊട്ടിയൊന്ന് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വേപ്പില, ഈ സാധനങ്ങളെല്ലാം കുറച്ചായിട്ട് അതിലേക്ക് ഇടാം. ഉള്ളിലേക്ക് ഇട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം. ഒക്കെ ഒന്ന് നല്ല മൊരിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് വരും. കുറച്ച് വറ്റൽമുളക് ചെറുതായിട്ട് കീറിയിട്ട് കുറച്ച് വറ്റൽമുളക് ഇടാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് മുരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ നമ്മുടെ ഉരുളിയിലേക്ക് തട്ടുക. ഉരുളിയിലേക്ക് തട്ടി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി വരും. ഏകദേശം മാങ്ങ തട്ടിയിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി. അപ്പോൾ അച്ചാറൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അച്ചാർ നല്ല സൂപ്പർ കുട്ടപ്പനായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കുറവാണ്. അതിൻ്റെ പേരിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയി പിന്നെ കാണാം.